കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗത്തിൽ നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടിയത് ശബരിനാഥും മൺവിള രാധാകൃഷ്ണനും. ഇരുവരും തമ്മിലുള്ള വാക്കേറ്റം കയ്യാങ്കളി വരെ എത്തി. യോഗത്തെ വെല്ലുവിളിച്ച് നേതാക്കൾ ദളിത് നേതാവിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് മൺവിള രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ശബരിനാഥൻ ഇത് എതിർത്തതോടെയാണ് തർക്കം രൂക്ഷമായത്. നൃപൻ ചക്രവർത്തി വിവരങ്ങളുമായി ചേരുന്നു. നൃപൻ, താഴെത്തട്ടിലും തെരുവിലും മാത്രമല്ല മുകൾ തട്ടിലും കോൺഗ്രസിൽ വലിയ കലാപം. അതാണ് ശബരിനാഥന് പോലും കയ്യാങ്കളി നേരിടേണ്ടി വരുന്ന സാഹചര്യം. അജിംഷാദ്, ജില്ലാ കോൺഗ്രസിൻ്റെ കോർ കമ്മിറ്റി യോഗം, അതായത് ജില്ലയിലെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ജില്ലാ സ്ഥാനാർത്ഥി നിർണയ ഒരു കമ്മിറ്റിയുണ്ട്. അത് എല്ലാ ജില്ലകളിലുമുണ്ട്. തിരുവനന്തപുരത്തും അങ്ങനെ ഒരു കോർ കമ്മിറ്റി യോഗം നിരന്തരം ചേർന്നാണ് ഈ വാർഡ് തലത്തിലും ഒപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വിവിധ ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചത്. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗം, ഇന്നലെ ഒരു യോഗം ചേർന്നിരുന്നു DCC ഓഫീസിൽ, ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസവും ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് മൺവിള രാധാകൃഷ്ണനും ശബരിനാഥനും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയത്. രണ്ടുപേരും മോശം പരാമർശങ്ങൾ ഉപയോഗിച്ചു, കയ്യാങ്കളിയിലേക്ക് എത്തി. ഇരു നേതാക്കളും പരസ്പരം ദേഹത്ത് കൈവയ്ക്കുന്ന തരത്തിലേക്ക് ഒരാളെ പിടിച്ച് തള്ളി മർദ്ദിക്കാൻ മുതിർന്നു എന്നതാണ് ആ യോഗത്തിൽ തന്നെ പങ്കെടുത്ത നേതാക്കൾ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് അതിനിടയിൽ നിന്ന് രണ്ടുപേരെയും പിടിച്ചു മാറ്റുകയായിരുന്നു. യോഗത്തിൽ പങ്കെടുത്ത DCC അധ്യക്ഷനടക്കമുള്ള നേതാക്കൾ ഓടി വന്ന് പ്രശ്നത്തിൽ ഇടപെട്ടാണ് കയ്യാങ്കളി അതിരൂക്ഷമായ സംഘർഷത്തിലേക്ക്, തമ്മിൽത്തല്ലിലേക്ക് കലാശിക്കാത്തത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, മൺവിള രാധാകൃഷ്ണൻ ഒരു വാർഡിൽ, തദ്ദേശ വാർഡിൽ മത്സരിക്കുന്ന ഒരു ദളിത് സ്ഥാനാർത്ഥിയെ പരിഗണിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചു. ദളിത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോ ജനറൽ സെക്രട്ടറിയോ പദവി അലങ്കരിക്കുന്ന നേതാവിന് വേണ്ടിയാണ് മൺവിള രാധാകൃഷ്ണൻ ഈ വാദം ഉന്നയിച്ചത്. പക്ഷേ ശബരിനാഥൻ പല കാരണങ്ങൾ പറഞ്ഞ് അതിനെ തള്ളിക്കളഞ്ഞു. അപ്പോൾ മൺവിള രാധാകൃഷ്ണൻ താങ്കൾക്ക് ദളിത് സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നതിൽ എന്തോ തരത്തിലുള്ള വൈമനസ്യമുണ്ട്, സ്ഥിരമായി താങ്കളുടെ സമീപനം ദളിത് വിരുദ്ധ സമീപനമാണ് എന്ന കാര്യം യോഗത്തിൽ ഉന്നയിച്ചു. ഇതോടുകൂടി പ്രകോപിതനായിട്ടുള്ള ശബരിനാഥൻ ചാടി എണീറ്റ് ഇദ്ദേഹത്തിന് നേരെ തിരിയുകയായിരുന്നു. ഒരു മുതിർന്ന നേതാവാണ് മൺവിള രാധാകൃഷ്ണൻ, വളരെ സീനിയറായ നേതാവാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഒപ്പം തന്നെ KPCCയുടെ വൈസ് പ്രസിഡന്റ് പദവി അടക്കം അലങ്കരിച്ചൊരു നേതാവാണ്. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റമാകുന്നു, ഒരു കയ്യാങ്കളിയായി കാര്യങ്ങൾ മാറുന്നു എന്നതാണ്. ഇതിനെ തുടർന്നാണ് നേതാക്കൾ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുന്നത്. ആ പ്രശ്നത്തിൽ വലിയ തരത്തിലുള്ള മോശം പരാമർശങ്ങൾ, യോഗത്തിൽ നടക്കാൻ കഴിയാത്ത തരത്തിലുള്ള പരസ്പര വെല്ലുവിളികളും വളരെ ക്ഷുഭിതനായി പരസ്പരം ഒരേപോലെ തന്നെ പലരും മോശം പരാമർശങ്ങൾ ആ യോഗത്തിൽ ഉണ്ടായി എന്നതാണ് യോഗത്തിൽ പങ്കെടുക്കുന്ന നേതാക്കൾ പറയുന്നത്. ഈ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകയും മർദ്ദിക്കാൻ മുതിരുകയും ചെയ്തു എന്നതാണ്. അത് അടി പരസ്പരം പൊട്ടാതെ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് മാത്രമാണ്, ചില നേതാക്കൾ ഇതിനിടയിൽ കയറി നിന്നുകൊണ്ടാണ് പരസ്പരം അടിയിലേക്ക് സംഗതി കലാശിക്കാത്തത്. അങ്ങനെ KPCCയുടെ നിലവിലെ സെക്രട്ടറിയും മുൻ KPCC സെക്രട്ടറിയും മുൻ KPCC വൈസ് പ്രസിഡന്റും പരസ്പരം തമ്മിലടിക്കുന്നു എന്നതാണ് ജില്ലാ സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റി. മാത്രമല്ല ഈ ദളിത് വിരുദ്ധതയുടെ ഉള്ളടക്കം കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഘട്ടത്തിൽ വ്യാപകമായതാണ്. കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ളവർ ഇതേ സംബന്ധിച്ച് വലിയ പരാതികൾപ്പെട്ടതാണ്. അതിൻ്റെ പ്രതിഫലനമാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലും പ്രതിഫലിക്കുന്നത്. പ്രത്യേകിച്ച് മേയർ സ്ഥാനാർത്ഥി എന്നൊക്കെ നിലയിൽ ശബരിനാഥനെ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ഒരു ദളിത് വിരുദ്ധ സ്വഭാവം അവിടെയും പ്രതിഫലിക്കുന്നു. അതാണ് ഈ സംഘർഷത്തിലേക്ക് നയിക്കുന്നത്. നേരത്തെയും ഈ കോർ കമ്മിറ്റിയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി, മുതിർന്ന നേതാവ് രാജിവെച്ചത് നൃപൻ തന്നെ റിപ്പോർട്ട് ചെയ്തതുമാണ്. തീർച്ചയായും. കാരണം കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത്, ഈ കോർ കമ്മിറ്റികളിൽ മതിയായ ദളിത് പ്രാതിനിധ്യമില്ല. അതുകൊണ്ട് തന്നെ ദളിത് വിഭാഗങ്ങളെ സ്ഥാനാർത്ഥിയായി മുൻപോട്ട് വയ്ക്കാൻ പലരും തയ്യാറാകുന്നില്ല. പലയിടത്തും അവരുടെ സ്ഥാനമാനങ്ങൾ നഷ്ടമായിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് തലം മുതൽ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, നഗരസഭയിലടക്കം അത് പല ജില്ലകളിലും ഇത് വളരെ രൂക്ഷമാണ് എന്ന കാര്യമാണ് കൊടിക്കുന്നിൽ സുരേഷ് കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപദാസ് മുൻഷിക്ക് കത്തയക്കുകയും ഇമെയിൽ സന്ദേശത്തിലൂടെ ആ പരാതി അദ്ദേഹം ഉന്നയിക്കുന്നത്. ആ വാർത്തയും നമ്മൾ കൊടുത്തതാണ്. തിരുവനന്തപുരത്ത് ഈ സംഘർഷത്തിന് ശേഷം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മൺവിള രാധാകൃഷ്ണൻ ഈ ദളിത് വാദം ഉന്നയിച്ച, ദളിത് വിഭാഗത്തെ പരിഗണിക്കണമെന്ന് ഉന്നയിച്ച മൺവിള രാധാകൃഷ്ണനെ ജില്ലാ സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി എന്നതാണ്. അതിൽ ആർക്കാണ് ഈ യോഗത്തിൽ മേൽക്കൈ കിട്ടിയത്? ആര് പറഞ്ഞത് കാര്യമാണ്? ദളിത് വിഭാഗത്തെ പരിഗണിക്കണമെന്ന് പറഞ്ഞ നേതാവ് ജില്ലാ സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിയിൽ നിന്ന് തന്നെ പുറത്താക്കി. ദളിതിനെ ഒഴിവാക്കണമെന്ന നിലപാട് സ്വീകരിച്ച ശബരിനാഥൻ ഇപ്പോഴും ആ ജില്ലാ സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിയിൽ നിലനിൽക്കുന്നു എന്നതാണ്. അതുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് റിലവൻ്റായി ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഇന്നലെയും സമാനമായ സംഭവം ഉണ്ടായി. ഇന്നലെ ഈ സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റി, ജില്ലാ സ്ഥാനാർത്ഥി നിർണയ
കമ്മിറ്റി DCC ഓഫീസിൽ നടന്നപ്പോൾ അവിടെ ഒരു വിഭാഗം നേതാക്കൾ വർക്കലയിൽ നിന്നെത്തി വെട്ടൂർ എന്ന പഞ്ചായത്തിൽ, വർക്കല നിയമസഭാ മണ്ഡലത്തിലെ വെട്ടൂർ എന്ന പഞ്ചായത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് 7-10 വാർഡുകളിൽ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായി. ഒരു വിഭാഗം നേതാക്കൾ അവിടെ നിന്ന് വണ്ടി പിടിച്ച് DCC ഓഫീസിലെത്തി. അവിടെ വെച്ച് വർക്കല കഹാർ മുൻ MLA കൂടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവിനെ അവിടെ വെച്ച് DCC ഓഫീസിലെത്തി ഉപരോധിക്കുകയും തടയുകയൊക്കെ ചെയ്തു. മാധ്യമപ്രവർത്തകർ കൈരളി അടക്കം ആ വിവരങ്ങൾ അറിഞ്ഞ് അവിടെ എത്തിച്ചേർന്നപ്പോൾ പരസ്പരം മോശമായ പരാമർശം കൊണ്ട് വളരെ മോശമായ പരാമർശമാണ് അവിടെ കേട്ടത്. അതിൻ്റെ വിഷ്വലുകൾ നമ്മൾ കൈരളി കഴിഞ്ഞ ദിവസം ചിത്രീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം മാധ്യമങ്ങൾ എത്തിയെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് നേതാക്കൾ അവിടെ നിന്ന് പിരിഞ്ഞുപോയത്. നിരന്തരമായ സംഘർഷം നടക്കുകയാണ്. ഏറ്റവും ഗൗരവതരമായ കാര്യം, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട KPCC സെക്രട്ടറിയും മുൻ KPCC സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും തമ്മിൽ കയ്യാങ്കളിയിൽ എത്തുന്ന തരത്തിലേക്ക് സ്ഥാനാർത്ഥി നിർണ്ണയം മാറുന്നു. മാത്രമല്ല, ദളിത് വാദം ഉന്നയിച്ച ഒരു നേതാവിനെ ജില്ലാ സ്ഥാനാർത്ഥി നിർണ്ണയ സമിതിയിൽ നിന്ന് പുറത്താക്കുന്നു. അത് ശബരിനാഥനാണ് ആ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചുകൊണ്ട് എതിരഭിപ്രായം പറഞ്ഞത് എന്നതും ഒരു കമ്മിറ്റിക്കകത്ത് എന്ത് നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് എന്നതും വളരെ ഞെട്ടലുളവാക്കുന്ന വാർത്തയാണ്. തീർച്ചയായും നൃപനാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.